മനോവിജ്ഞാനവും നിങ്ങൾക്കുണ്ട്. ചെറിയൊരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, ഗ്രേസ്ഫുൾ ഏജിങ്. കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രസാദപൂർവമായ വരപ്രസാദം നിറഞ്ഞ ഒരു ഏജിങ്. നമ്മുടെ പ്രായമാകുമ്പോൾ കുറച്ച് പ്രസാദാത്മകമായിട്ടിരിക്കുക. ഓക്കെ, അതിനുള്ള ചില പൊളിറ്റികളൊക്കെയാണ് പറഞ്ഞു തരുന്നത്. പിന്നെ നമുക്ക് ഉപയോഗിച്ച് കൊടുത്താൽ നല്ല കിട്ടിയതായിരുന്നു, നിങ്ങൾ കൊടുത്തു വേണം. അപ്പോൾ അങ്ങനെ നമ്മൾ പൈതൃകമായിട്ട് കിട്ടിയ കുറച്ച് കാര്യങ്ങൾ. അപ്പം അങ്ങനെ നമ്മുടെ ഈ ഭൂസ്വത്ത് മാത്രമാണ് പൈതൃകമായിട്ട് കൈമാറേണ്ടത്. നമ്മൾ കൈമാറേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കമ്പനി പോകുന്നതിൽ പലരും അങ്ങനെ ചെയ്യാറുണ്ട്. യൂത്തിനെ കൂടി ഇവിടെ നിന്ന് പോകാറുണ്ട്. നമുക്ക് ചെയ്തു കൊടുക്കാവുന്ന ഒരു കാര്യമാണ് അങ്ങനെയുള്ള ദാനധർമ്മം. പിന്നെ സമാധാനപൂർണ്ണമായ സൗമ്യമായ പെരുമാറ്റം അല്ലെങ്കിൽ മറുപടികളൊക്കെ നമ്മൾ ഇനി സ്വീകരിക്കണം. ഓക്കെ, ഒത്തിരി ദേഷ്യം വെച്ചൊക്കെ നമ്മൾ കുറച്ച് കുറയ്ക്കണം. അപ്പം നമ്മൾ പൈതൃകമായിട്ട് കൊടുക്കേണ്ടത് നമ്മുടെ കുടുംബ മഹിമയല്ല, മീൻസ് അതേക്കുറിച്ചുള്ള മഹിമ പറച്ചിലല്ല, പിന്നെ നമ്മുടെ അഹങ്കാരമോ ധാർഷ്ട്യമോ ഒന്നുമല്ല, മറിച്ച് നമ്മുടെ വിശ്വാസ ജീവിതം, വിശുദ്ധിയുള്ള ജീവിതം, അതുപോലെ തന്നെ പരോപകാരപ്രദമായ പ്രവർത്തികൾ ചെയ്യുന്ന ജീവിതം. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇനി മറ്റൊന്ന് അനുകരിച്ച് പ്രാർത്ഥിക്കാനുള്ളൊരു കാലഘട്ടം. അത് കേൾക്കട്ടെ, അല്ലെങ്കിൽ പരിചയപ്പെടുത്തി തരാം. നമ്മൾക്ക് വിശുദ്ധ ഗ്രന്ഥത്തിനെ കുറച്ച് വൃദ്ധരെ പരിചയപ്പെടാം. തോപ്പത്തിന്റെ പുസ്തകം കേൾക്കണോ? ബൈബിള് ഉണ്ട്. ഓക്കെ, അതായത് വിവാഹത്തിന്റെ ആദ്യ നാളിൽ അല്ലെങ്കിൽ ആദ്യ രാത്രി നിങ്ങൾക്ക് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ഒരു പക്ഷേ തോപ്പത്തിന്റെ പുസ്തകത്തിൽ നിന്നായിരിക്കാം, ഇല്ലെങ്കിൽ കേട്ടിട്ടുണ്ട്. ഒരു പക്ഷേ ഒന്നുകൂടെ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. അവര് തോബിയാസും ഭാര്യ സാറായി കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. കർത്താവെ, ഞാനിവിടെ സ്വീകരിക്കുന്നതരാം. അപ്പൊ ഇവിടെ തോബിയത്ത് മരിക്കുന്ന സമയത്ത് 158 വയസ്സാണ് മരിക്കുന്നത് കേട്ടോ. അപ്പോൾ തോബിക്ക് മരിക്കുന്ന സമയത്ത് വളരെ തോബിയാസിനെ വിളിച്ച് അന്തിമോപദേശങ്ങൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതില് ചെയ്യേണ്ട കാര്യങ്ങൾ അറിയാതെ അനുഭവിക്കണം. അറിയാതെ അനുഭവിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയുണ്ട്. അറിഞ്ഞ അനുഭവിക്കുന്നത് തന്നെയാണ്. ഓരോ കാര്യത്തിന് പോകുമ്പോൾ വളരെ നല്ലതായിട്ട് വരട്ടെ, വളരെ നന്നായിട്ട് വരട്ടെ, പരീക്ഷ നല്ലതാകട്ടെ, നിന്റെ ജോലി വിജയിക്കട്ടെ, അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് അനുഗ്രഹിക്കാൻ സാധിക്കും. ഇനി മാതാപിതാക്കളുടെ അനുഗ്രഹത്തിന് വിലയുണ്ടോ? ഉണ്ടോ? ഉണ്ട്. അത് തെളിയിക്കുന്ന ഓർമ്മമാണ് ഇസഹാക്കിന്റെ അനുഗ്രഹം. ഇസഹാക്കിന് പ്രായമായപ്പോൾ ബൈബിളിലാണ്. ഇസഹാക്കിന് പ്രായമായപ്പോൾ കോഴിക്കോട് നടത്തുന്ന ഈ ചെറുപ്പക്കാര് അവരൊക്കെ ഇന്ന് ആസ്വദിക്കുന്ന ആ സൗകര്യങ്ങളൊന്നും ഇവിടെയുള്ള നമ്മളിൽ പലരും അനുഭവിച്ചിട്ടില്ല. സ്കൂളിൽ പോകാൻ ഓരോ വർഷവും പുതിയ പുതിയ ബാഗുകളും യൂണിഫോമും ഒക്കെ ആയിട്ട് പോകുന്ന ഇന്നത്തെ തലമുറയ്ക്ക് ഈ കുട്ടികൾക്ക് ഒരു പുസ്തകത്തിൽ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കയ്യിൽ പിടിച്ചു കൊണ്ടുപോകാൻ, മഴ നനയാതെ ഒരു കുട ചൂടാൻ ആഗ്രഹിച്ച പലരും ഇന്നിവിടെ ഇരിക്കുന്നു. അതുപോലെ സ്കൂളിൽ വാട്ടർ ബോട്ടിലും കൂളറും ഒക്കെയായിട്ട് പോകുമ്പോൾ ഒരു കിണറിൽ നിന്ന് വെള്ളം കോരി എല്ലാവരും കൂടെ കൂടി ഉച്ചയ്ക്ക് ചോറിനാൻ പോകുമ്പോൾ തമ്മിത്തലും കൊടുത്ത ആ ബാല്യകാലം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു കഥ ഞാൻ പറഞ്ഞു. ഉച്ചയ്ക്കുള്ളൊരു മണിയും കൊട്ടി പോകാനുവാദം കേട്ടിട്ടേറെ വയറ്റിൽ കാറ്റും കയറി യോഗട്ടെപ്പീടും പാറേ ഊണിൽ തൃകൃത ഭീമപരാക്രമരാകിയ കുട്ടികളെല്ലാം കൈകഴുകാനായി കെട്ടിയ കിണറിനടുത്തേക്കോടി. എന്തൊരു ലഹള നടപ്പൂ ശിവനെ കണ്ടവൾ കണ്ടാൽ തല്ലിക്കൊല്ലും. ആദ്യം ഒരുവൻ കോരിയ വെള്ളം വേഗം ഒരുവൻ പിടിച്ചു പറിച്ചു. ചിലർ വെള്ളം കണ്ടതേയുള്ളൂ, ചിലർ വെള്ളം തൊട്ടതേയുള്ളൂ, ചിലർ വെള്ളം കണ്ടതേയില്ല. എങ്ങനെയെങ്കിലും അരനിമിഷത്തിൽ തങ്ങളുടെ കാര്യം നേടിക്കൊണ്ട് എല്ലാവരും ഭംഗിയിലോടി. മത്തായിക്ക് കത്തിപ്പയറും ജോണിനു കൂടും തൊമ്പന് ചെപ്പി നാരായണനൊരു ചകിണിത്തോരൻ കൃഷ്ണനുലത്തിയ തുവരിപ്പയറും ചാക്കോയ്ക്ക് ചക്കക്കുരുവും. ബാക്കി നമ്മളെ എല്ലാവരും നിങ്ങളുടെ അനുഭവങ്ങൾ പറയുന്നു. സീതയെ കൊണ്ടു രാവണൻ പോയ കഥയറിയാമോ? കഥയറിയാമോ? വർണ്ണപ്പകിട്ടാതെ രാജൻ മഹിമയോ വാനമേഘത്തിൽ എഴും നല്ല മുഖത്തെ പൂട്ടാൻ പണിയില്ല, തുറക്കാൻ ആകെയുമില്ല.
അല്ല കൂട്ടാൻ പണിയില്ല, തുറക്കാൻ ആകെയുമില്ല. ആർക്കെങ്കിലും അറിയാവോ? പൂച്ച തൊടാത്ത മീൻ കഷ്ണം. പൂച്ച തൊടാത്ത മീൻ കഷ്ണം. അല്ല അല്ല അല്ല. പൂച്ച തൊടാത്ത മീൻ കഷ്ണം ആർക്കെങ്കിലും അറിയോ? പൂവുണ്ട്, കായില്ല. നാക്കുണ്ട്, പല്ലില്ല.